എന്തൊരു ചായ! ഇതിനേക്കാളും കാടി വെള്ളം കുടിച്ചാൽ മതിയായിരുന്നു. രേവതി, രേവതി, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് നല്ല ചൂടുള്ള ചായ വേണമെന്ന്? അച്ഛൻ ഞാൻ ചൂടോടെ കൊണ്ടുവച്ചതാ. അച്ഛൻ വരാൻ വൈകിയതുകൊണ്ട് തണുത്തതാ. എന്ത് വർത്താനാണ് നീ പറയുന്നേ? ഞാൻ എന്റെ വീട്ടിൽ എപ്പോൾ വരണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അങ്ങനെ വന്നാലേ നീ ചായ തരത്തുള്ളൂ. അച്ഛൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്നും അച്ഛൻ 6:30-ക്കല്ലേ വരുന്നത്. ഞാൻ ആ സമയം കണക്കാക്കി വെച്ചതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ വരുമ്പോ നല്ല ചൂടുള്ള ചായ എനിക്ക് കിട്ടിക്കണം, മനസ്സിലായോ? ഓ, രാവിലെ തന്നെ തുടങ്ങിയല്ലോ വില്ലേജ് ഓഫീസറുടെ ചിട്ടവട്ടങ്ങള്. അവക്ക് ദിവസം എന്റെ വായിൽ നിന്ന് കിട്ടിയില്ലെങ്കിലേ ഉറക്കം വരില്ലാന്ന് തോന്നുന്നു. ആ ഇനി മോളെ, അവൻ കിടന്ന് വെള്ളം വെക്കുന്ന കണ്ടില്ലയോ? നീ അങ്ങോട്ടേയല്ലേ? അയ്യോ അമ്മ, ഞാൻ ഷർട്ട് തേച്ചില്ല. ആ, എന്നാ ബാക്കി അവന്റെ വായിന്നൂടെ കേട്ടോ. നീ ഒരൊറ്റ ആളാ അവളെ ഇത്രയും വഷളാക്കുന്നത്. അവൾ ഒരുത്തി ഉള്ളത് കൊണ്ടാ ഞാൻ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് അച്ഛനും മോനും ഇതൊന്നും അറിയണ്ടല്ലോ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ഇതുവരെ ചായ കിട്ടിയില്ല. ഞാൻ എടുത്തോണ്ട് തരാം. എന്നാ ചെല്ല്. ഓ, ഇത് വില്ലേജ് ഓഫീസർ അല്ല, ജയിൽ സൂപ്പറണ്ട് ആകേണ്ടതായിരുന്നു. ഹലോ എടാ, നീ എനിക്കൊരു 15 മിനിറ്റ് താ. വേറെ ഒന്നുമില്ല, ഞാൻ വണ്ടി കൊണ്ടുപോയി സർവീസിന് കൊടുത്തിട്ട് പെട്ടെന്ന് എത്തിക്കോളാം. അല്ല, ഇതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടേ പ്ലീസ്. ആ ഇടി, നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ബാക്കി വന്ന് ഇങ്ങനെ പമ്മി നിൽക്കരുതെന്ന്. നിനക്കൊന്ന് ഡോറിൽ മുട്ടിയാ എന്താ? ഇത് നമ്മുടെ ബെഡ്റൂം അല്ലേ ഏട്ടാ, അപ്പൊ മുട്ടണോ? എടി, ഇങ്ങനെ പാറ പോറ കയറി നിന്നാലേ മനുഷ്യൻ എങ്ങനെ അങ്ങോട്ട് പോകും? അങ്ങോട്ട് എവിടെയെങ്കിലും മാറി. നിനക്ക് ഞാൻ പറഞ്ഞത് വിഷമമായാ? പിന്നെ ഇങ്ങനെ കടിച്ചുകീറാൻ നിന്നാ ആർക്കായാലും വിഷമാവില്ലേ? അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീ ചെയ്യണം. നിന്റെ ഈ തടി നീ കുറച്ചേ പറ്റുള്ളൂ. കുറെ നേരമായല്ലോ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്താ ഹോട്ടലാ? ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ. ഇന്നും ചപ്പാത്തി തന്നെ. നിനക്ക് വേറെ ഒന്നും ഉണ്ടാക്കാറിഞ്ഞു? ഏട്ടാ, ഇന്നലത്തെ മാവ് ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നും കൂടെ അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കി. എനിക്ക് വേണ്ട. അവിടെ ഇരിക്കേ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ദോശ ഉണ്ടാക്കി തരാം. ഏട്ടാ, ഒരു 5 മിനിറ്റ്, ഞാൻ ദോശ ഉണ്ടാക്കി തരാം. എനിക്ക് വേണ്ട, പറഞ്ഞില്ലേ ഞാൻ? തൽക്കാലം ഇത് കഴിക്ക്, വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കരുത്. അച്ഛൻ എന്തോന്ന് വർത്താനം ഈ പറയണത്? ഇന്ന് വരെ ഈ വീട്ടിൽ ആഹാരം വേസ്റ്റ് ആയിട്ടുണ്ടോ? എല്ലാം എന്താ ഇങ്ങോട്ടല്ലേ പോണം? ഉണ്ടായില്ലേടാ അവിടെ? കൂടുതൽ അടിമയാക്കല്ലേ ആര്? അവരവർക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുത്താൽ എന്താ? അല്ലെങ്കിൽ തന്നെ അവർ അധ്വാനിച്ച് കൊണ്ടുവന്നിട്ടല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടിയോ? കിട്ടി. ഞാൻ തിന്നിട്ട് എണീച്ച് പോ. അച്ഛനും മോനും ഇത്ര നിഷ്ഠയുണ്ടോ? മോളെ, വിഷമിക്കണ്ട. അവൻ അവൻ്റെ അച്ഛൻ്റെ കൂട്ടാ. എന്നാലും ആളൊരു പാവമാ. അമ്മ, എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴും കല്യാണം കഴിച്ചപ്പോഴും ഞാൻ ഈ തടി ഉണ്ടായിരുന്നില്ലേ? ആ, ഏട്ടന് അന്നേ വണ്ണം ഇഷ്ടമില്ലായിരുന്നെങ്കിൽ സ്ലിമ്മായ ആരെങ്കിലും കിട്ടിയാ പോരായിരുന്നോ? നീ മോളെ, നിന്റെ അച്ഛൻ പറഞ്ഞ സീതനം കേട്ടപ്പോഴേ ഇവിടുത്തെ അച്ഛൻ്റെ മോറ്റും കണ്ണങ്ങ് മഞ്ഞളിച്ചു പോയി. അതുകൊണ്ടാ. സാരമില്ല, അതൊക്കെ അങ്ങ് മാറും. എൻ്റെ ഈ വിഷമമൊക്കെ മാറണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകണം അമ്മ. മോളെ, അമ്മയെ കളഞ്ഞിട്ട് പോവല്ലേ.
ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഓടുന്നു, ഇതൊക്കെ തമാശ. ആ ഏട്ടാ, ആ ശരി, ആ ഞാൻ റെഡിയാവാം. ഏട്ടനാ, ആ ഇന്ന് വൈകിട്ടേ ഒരു പാർട്ടി ഉണ്ട്. അന്ന് ഇവിടെ വന്നില്ലേ ശ്രീനിക്ക് പ്രൊമോഷൻ കിട്ടിയതിൻ്റെയാ. അപ്പൊ എന്നോടും കൂടെ റെഡിയാവാൻ പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ അവൻ പാവമാന്ന്. രാവിലത്തെ കാര്യമൊക്കെ ഓർത്തേ പുള്ളിക്ക് വിഷമമായി കാണും. സമാധാനിച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ? ആ ഇത്രേ ഉള്ളു. ഞാൻ പോയി റെഡി ആവട്ടെ അമ്മ. ഓക്കെ മോളെ. വരട്ടെ. നിന്റെ കാലിനെന്ത് പറ്റി? അയ്യോ, മോന് 32 വയസ്സായി. ഇപ്പൊ എന്റെ കാലിന് എന്തോ വേദന നിങ്ങൾക്ക് കരുത്തില്ലല്ലയോ? നിന്റെ കാല് നിന്റെ തടി താങ്ങുന്നില്ല. തടി കുറയ്ക്കാൻ നോക്ക്. അതാ പ്രശ്നം. മോന്റെ കൂട്ട് തടിയുടെ കാര്യം പറഞ്ഞ് എന്റെ അടുത്തോട്ട് വരല്ലേ. മോന് തടി 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 നടക്കുവോ? മോളെ, ഇവിടെ വന്നിരിക്കുവാണോ? മണി 9 ആയാലും മക്കളെ, ഇതുവരെ അവൻ വന്നില്ലയോ? ഇല്ലമ്മ, അമ്മ കുറച്ചു നേരം കൂടെ കിടക്കാത്തത് വയ്യാത്തതല്ലേ? ഓ, കുഴപ്പമൊന്നുമില്ല മോളെ. ശ്വാസം മുട്ടൽ എങ്ങനെയുണ്ട്? അതും കുറവുണ്ട്. മോളല്ലേ എൻ്റെ കൂടെ. ദേ വന്നെന്ന് തോന്നുന്നമ്മ. ഗുഡ് നൈറ്റ്. മാറേ, മോള് പോയിട്ട് വാ. ആഹാ, കൊള്ളാലോ. നീ ഇത് എങ്ങോട്ട് പോണു? ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? ഓ, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുങ്ങി കെട്ടി നിൽക്കണത്. എന്നാ സോറി, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ജേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചിട്ട് ഈ ഭവനത്ത് കയറുന്നത് ഇന്ന് രാവിലെ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അയ്യോ, കുടിച്ചു പോയി, ക്ഷമിക്ക്. അതിന് കാരണക്കാരി ആരെന്നറിയാമോ? ദേ ഇവളാ. ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്തില്ലടി, അത് തന്നെയാണ് പ്രശ്നം. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞടി ആ ജിമ്മിൽ പോകാൻ. ആ ഡയറ്റൊക്കെ ഒന്ന് എടുക്കാൻ എത്ര നാളായിട്ട് പറഞ്ഞു. അമ്മ കേക്കണം. എൻ്റെ ഓഫീസിലെ റീജിയണൽ മാനേജറിന്റെ വൈഫ്, അവൾ ഏകദേശം ഇത്ര പൊണ്ണത്തടിച്ചായിരുന്നു. അവള് ജിമ്മിലൊക്കെ പോയിട്ട് ഇപ്പൊ ഈർക്കില് പോലെയാണ് ഇരിക്കണത്. അപ്പം അവളെ തടി കാരണമാണോ നീ കൂടെ കൊണ്ടുപോകായിരുന്നു? സത്യം, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭാര്യമാരുമായിട്ട് വരുമ്പോഴേ കാണാനൊക്കെ എന്തൊരു ചേർച്ചയാണെന്നറിയാം. ആ ഇടത്ത് ഞാൻ എവളെയും കൊണ്ടുപോയാ ഇവളെന്റെ അമ്മയാണത്. അയ്യോ, ഒരു കൊച്ചിന്റെ അച്ഛനാകാനുള്ള സമയമായി. എപ്പോഴാണ് അവൻ ചേർച്ച നോക്കുന്നത്? അമ്മ, എന്തുകൊണ്ടാണ് കൊച്ചിന്റെ അമ്മ അച്ഛനൊക്കെ ആവാത്തതെന്ന് അമ്മയ്ക്ക് അറിയാമോ? ദേ അങ്ങോട്ട് പോയില്ലേ, അവൾ ഒറ്റ ഒരുത്തിയാണ് കാരണം. അകത്ത് പോയി കിടക്കട. ഓ, ഒരു സമാധാനം ഇല്ലാത്തോണ്ട്. നീ എന്തിനടി ഇങ്ങനെ കിടന്ന് പോങ്ങണത്? ഫംഗ്ഷന് കൊണ്ടുപോകാത്ത ചേട്ടൻ പുറത്തു വെച്ച് എന്തെല്ലാം പറഞ്ഞത്?
കുട്ടികളുണ്ടാവാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ പറയേ? പിന്നെ അല്ലാതെ ആരെ കുഴപ്പം കൊണ്ടടി? നിന്റെ മാത്രം കാരണം കൊണ്ട് തന്നെ. പച്ച മലയാളത്തിൽ പറഞ്ഞ എനിക്ക് നിന്നെ കണ്ട ഒന്നും തോന്നൂല. പിന്നെ ഞാൻ എന്തിനാ ഈ വീട്ടില് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയത്? നിന്നെ എന്തിനു കൊണ്ടാക്കണം? നിനക്ക് പൊക്കൂടെ? പിന്നെ പോണ സമയത്ത് സ്ത്രീധനത്തിന്റെ കണക്കോ കാര്യങ്ങളോ ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ചിലവായി പോയി. അത് നീ എന്താന്ന് വെച്ചാ ചെയ്യും. രേവതി, രേവതി. അച്ഛാ, അവളെവിടെ പോയി? അവളവിടെ വീട്ടിൽ പോയി. അവളെ ആങ്ങളെ വന്ന് വിളിച്ചോണ്ട് പോയി. എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ പറയുന്നത്? നീ അല്ലേ പറഞ്ഞ വീട്ടിൽ പൊക്കോളാൻ? എന്താ കുടിക്കുന്നില്ലേ? മിനിറ്റിന് മിനിറ്റ് ചൂടാക്കി തരാനൊന്നും ഇടങ്ങും ആരുമില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഉടനെ അങ്ങ് ചെയ്യണം വേണ്ട. അയ്യോ, എന്തെങ്കിലുമോ? ഇങ്ങനെയാണോടാ ഭാര്യയോട് സംസാരിക്കേണ്ടത്? ഓ, നീ മിനിറ്റിന് മിനിറ്റ് പറയാലോ അങ്ങ് ജിമ്മിപ്പോന്ന്. എടാ, ഈ വീട്ടിലെ ജോലിയൊക്കെ ഒന്ന് ചെയ്തിട്ട് അത് എപ്പോഴാ ജിമ്മിൽ പോകുന്നത്? അതിന് മാത്രം എന്ത് ജോലി അവിടെ ഉള്ളത്? അയ്യോ, ഒന്നുമില്ല. നിങ്ങൾക്കൊന്നും ഇതൊന്നും ഒരു ജോലിയല്ലല്ലോ. ഒന്ന് ചെയ്തു നോക്കണം, അന്നേരം അറിയാം എൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്താലേ എന്നെ അങ്ങ് തോപ്പിക്കാന്ന് വിചാരിച്ചാണ്. അയ്യോ, നീയോ? നീ അങ്ങ് തോറ്റു കൊടുക്കുവല്ലയോ? ഓ, നീ ജയിച്ചങ്ങ് നിൽക്കുക. അവളില്ലെങ്കിലും എനിക്ക് ജീവിക്കാനൊക്കെ അറിയാം. ആ, പറ്റും. നിനക്കും പറ്റും, നിന്റെ അച്ഛനും പറ്റും. കാരണം നിങ്ങളുടെയൊക്കെ കാര്യം നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ കാര്യം നോക്കാൻ ഞങ്ങൾ രണ്ടുമില്ലേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? നിങ്ങൾക്ക് അച്ഛനും മോനുമേ, ഞാൻ കഴിക്കുന്ന ഗുളികയുടെ പേരറിയാവോ? എന്നാ ഒന്ന് പറ. ഇല്ല, ഇത്രയും കാലം ഞാൻ കാല് വയ്യാതെ തേക്കുന്ന കുഴമ്പിന്റെ കാര്യം നിങ്ങൾക്കറിയാവൂ? എത്ര നാളുകൊണ്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു. ഒറ്റ നേരമെങ്കിലും നിങ്ങൾ അതൊന്ന് തേച്ച് തന്നിട്ടുണ്ട്. എൻ്റെ ശ്വാസം മുട്ടലുണ്ടായാൽ എൻ്റെ കുഞ്ഞ ഉറക്കം ഒഴിഞ്ഞു വന്ന് എൻ്റെ അടുത്തിരിക്കും. അമ്മ, അമ്മ, അമ്മ. വന്നോ? നോയിക്കൊണ്ടിരിക്കാതെ അകത്ത് പോയി കിടക്കുക. ഇനി അസുഖം കൂട്ടണ്ട. ഇപ്പൊ തന്നെ എനിക്ക് പാതി ആശ്വാസമായി. ഇനി എനിക്ക് എന്തെങ്കിലും വന്നാൽ തന്നെ എൻ്റെ പൊന്നുമോളുണ്ടല്ലോ എന്നെ നോക്കാൻ. നീ എന്താ വായും പൊളിച്ച് നോക്കിക്കുന്നേ? എൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല. ഞാനാ രാവിലെ അവളെ പോയി വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. ആമനെ, ചായ. എടോ, അമ്മയ്ക്കും അച്ഛനും മാത്രമല്ല എനിക്കും താനില്ലെങ്കിൽ പറ്റില്ലടോ.
ഈ ഒരു 4 ദിവസത്തിനിടയിൽ എനിക്ക് മനസ്സിലായി, ഈ തടിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. ഞാനും ഏട്ടൻ്റെ ആഗ്രഹം പോലെ ജിമ്മിലൊക്കെ പോയി തടിയൊക്കെ കുറച്ച് ഒരു സ്ലിമ്മായ ഭാര്യയാവാൻ ശ്രമിക്കും. എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്നറിയാം. താൻ സ്ലിം ആവണമെന്നൊന്നുമല്ല, താനൊരമ്മയാവണമെന്ന്.